കൊലവിളി നടത്തുന്നത് എൻ്റെ അളിയന്മാരിൽ ആരാണ്? രാഷ്ട്രീയക്കാരനായ രാമകൃഷ്ണനോ, അതോ ഇപ്പൊ വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന അപ്പു നമ്പ്യാരോ? അതോ അവരൊരുമിച്ച് തീർത്ത കെണിയാണോ എൻ്റെ ഈ മരണവേദന? ചിലപ്പോ അവര് തന്നെ ആകാം ഇതിന്റെ പിന്നില്. അല്ലെങ്കില് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മറ്റാരോ. ഇല്ല നന്ദന, ഇതിന്റെ ഉത്ഭവം പള്ളിക്കൽ തറവാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പു നമ്പ്യാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അടുത്ത കർക്കിടവാവിന് ബലിയർപ്പണം നടത്താൻ പോകുമ്പോൾ എൻ്റെ മക്കളെയും കൊണ്ടുപോകുന്നു, അവരുടെ അച്ഛന് ബലിയിടാൻ. അതോടെ കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമായി, എനിക്കെല്ലാം വ്യക്തമായി. അടുത്ത കർക്കിടക വാവിന് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനെ നഷ്ടമാവും. അതിനു മുമ്പ് വിധി നടപ്പാക്കപ്പെടും. കൊന്നോട്ടെ, എന്നെ ഇഞ്ചിഞ്ചായി കൊന്നോട്ടെ. തെറ്റിദ്ധാരണ കൊണ്ട് പുകമറ തീർക്കുന്നവർക്ക് അത് ആശ്വാസമായിക്കോട്ടെ. പക്ഷെ അവള്, എൻ്റെ കുഞ്ഞു പെങ്ങള്, അവൾ എന്ത് പഴിച്ചു? കരയുമ്പോ കൂടെ കരയാനല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ അവൾക്കാവില്ല. ശിവ പറഞ്ഞാൽ ശരിയാണെങ്കിൽ എന്റെ പെങ്ങള് എവിടെ പോവും? ആരുണ്ട് അവൾക്ക് തുണയായി? തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുന്ന ലോകം അവളെ വെറുതെ വിടുവോ? വിശേഷിച്ച് ഒരു സ്ത്രീയായ അവളെ. ഇനി അതേക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിക്കണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം പെങ്ങളുടെ നല്ല ഭാവിക്കായി. ഗതികെട്ടവന്റെ പ്രാർത്ഥന ദൈവത്തിനൊരു തമാശയാണ്. കനിയില്ല ദൈവം എന്നോട്. വേണുവിനെ സ്നേഹിക്കുന്നവരെയും ദൈവം കനിയില്ല. ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിന് ആരോരുമില്ലാതെ തങ്ങേണ്ടി വരുന്നത് മരണത്തേക്കാൾ കഷ്ടമാണ്. അവൾ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നുണ്ടാവോ എന്തോ. പിതൃതുല്യരായവർ മരിച്ച ദൈവത്തിന് സമമാണെന്നാ പറയാറ്. ആ പിതൃക്കൾക്ക് പോലും മക്കളുടെ വേദനയിൽ കരുണയില്ല. എന്താ ഇങ്ങനെ? മനസ്സിലാവുന്നില്ല. ആരുടെ മുമ്പിൽ നേദ്യങ്ങൾ അർപ്പിച്ചാല ഇതൊക്കെ ഒന്ന് ശരിയാവുമെന്ന് എനിക്കറിയില്ല. മോളെ മായേ, മായേ. വേണുവേട്ടൻ, ഞാനെല്ലാം അറിഞ്ഞു മോളെ. പക്ഷെ എന്ത് ചെയ്യാം, ഈ ഏട്ടന് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനൊരു കുരുക്കിൽപ്പെട്ടിരിക്കുക ഏട്ടൻ. എന്ന് കരുതി നീ മൗനമായിരിക്കരുത്. ശക്തിയായി പ്രതികരിക്കണം. നിന്റെ അവകാശങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ട് മറ്റൊരുവൾ നിന്റെ സ്ഥാനത്ത് വരരുത്. അപ്പോ അവൻ നിന്റേതാ, നിന്റേത് മാത്രം. അവനെ കൈവിട്ട് കളയരുത് മോളെ. നഷ്ടപ്പെടുമെന്ന് ഉറപ്പായെങ്കിൽ അവനെ ആര് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവോ അവളില്ലാതാവണം. അവളോട് ഒരു ദയം കാട്ടണ്ട. സ്വയരക്ഷയ്ക്കായി ആർക്കും ആരെയും കൊല്ലാം. അതൊരു പാപമല്ല. സ്വയരക്ഷയ്ക്കായി ആർക്കും ആരെയും കൊല്ലാം. അത് പാപമല്ല. അത് പാപമല്ല.
സ്വയരക്ഷയ്ക്കായി ആർക്കും ആരെയും കൊല്ലാം. അത് പാപമല്ല. അത് പാപമല്ല. ഇല്ല വേണുവേട്ട, വേണുവേട്ടന്റെ മായ്ക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. സ്വന്തം ജീവിതം അടിയറ വെക്കേണ്ടി വന്നാലും എനിക്കതിന് കഴിയില്ല. മായേ, മായക്കെന്താ ഒരു പരിഭ്രമം? ആകെ വേർത്ത് കുളിച്ചല്ലോ. അല്ല, ഈ പാതിരാ നേരത്ത് എന്റെ ബെഡ്റൂമിലേക്ക് എന്താ ഒരു വിസിറ്റ്? ഒന്നുമില്ല, ഞാൻ വെറുതെ. ഞാൻ വെറുതെയോ? അങ്ങനെ വെറുതെ വരേണ്ട കാര്യമില്ലല്ലോ. മാരേജിന് വാങ്ങിയ ഓർണമെന്റ്സ് ഒക്കെ അലമാര വെച്ച് പൂട്ടിയിരിക്കുക. അത് അടിച്ചു മാറ്റാനുള്ള ശ്രമമായിരുന്നു ഇത്. മോഷ്ടിച്ചെനിക്ക് ശീലമില്ല. പിന്നെ പിന്നെന്തിനാ ഒരു കാരണമില്ലാതെ എന്റെ മുറിയിലേക്ക് കടന്നു വന്നത്? അതും ഡോറിലൊന്നും മുട്ടോ പോലും ചെയ്യാതെ. ഞാൻ വെറുതെ വന്നെന്ന് പറഞ്ഞല്ലോ. അത് ശരി. അപ്പൊ സുഖശയനത്തിലായിരുന്ന എന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതായിരിക്കും. അതോ ഈ സുന്ദരിയെ കൊല്ലാൻ തുനിയായിരുന്നോ? കഴിഞ്ഞൊരു രാത്രിയില് 1,00,000 രൂപ കാൽക്കീഴിൽ വെച്ചിട്ട് വിങ്ങിപ്പൊട്ടിയ മായെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭർത്താവിന് തിരിച്ചു കിട്ടാൻ മായ ചിലപ്പോ ഞാനെന്ന തടസ്സം ഒഴിവാക്കാനും മടിക്കില്ല. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരെയും കൊല്ലാൻ എനിക്കാവില്ല. ഉറപ്പാണോ? മായയുടെ കയ്യിലെന്താ? അതെന്താ? ഒന്നുമില്ല. എന്നാ വലത് കൈയൊന്ന് കാണട്ടെ. എനിക്ക് മായയുടെ 2 കൈകളും കണ്ടാ കൊള്ളാം. മര്യാദക്ക് കൈ കാണിക്ക്. കറിക്കത്തി. ഒരാളെ കൊല്ലാൻ ഇത് തന്നെ ധാരാളം. അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ല. ഭർത്താവിനെ നേടാൻ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളെ ഒഴിവാക്കാനുള്ള ശ്രമം. കൊള്ളാം. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. സ്റ്റോപ്പ് ഇറ്റ്.
എന്തിന് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് കഠാരയുമായി എന്റെ മുറിയിലേക്ക് വന്നു? എന്ത് വികാരത്തിന്റെ പുറത്തു വന്നു? കുറ്റസമ്മതം നടത്തുന്നവന്റെ നിസ്സഹായതയാണ് ഈ തലകുമ്പിടൽ. അപ്പോ ഒരാളെ കൊല്ലാനുള്ള ചങ്കുറപ്പൊക്കെ ഈ പാവം പെൺകുട്ടിക്കുണ്ട്. പിന്നെന്താ കൊല്ലാതിരുന്നത്? ശാന്തമായി ഉറങ്ങിക്കിടക്കുമായിരുന്നില്ലേ? പ്രതികരിക്കാൻ പോലും കഴിയാതെ ഗാഠനിദ്രയിലായിരുന്നില്ലേ? പറ്റിയ സമയാണെന്ന് കരുതി നെഞ്ചിലേക്ക് കറിക്കത്തി കയറ്റാതിരുന്ന എന്താ? തെറ്റ് ചെയ്തിട്ടൊന്ന് മോങ്ങുന്ന കാണുമ്പോ നിന്റെ കഴുത്തിലെ ഞരമ്പ് കണ്ടിക്കാനാ തോന്നുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ കൊന്നോളൂ. എനിക്കാരും കൊല്ലാനാവില്ല, സ്വയം ജീവൻ കൊടുക്കാനും. എന്നാൽ മറ്റൊരാളെന്നെ കൊല്ലാൻ ശ്രമിച്ച ഞാൻ കയ്യും കെട്ടി നിന്നു തരും. അത്രയ്ക്ക് കൊതിയ എനിക്കിപ്പോ മരിക്കാൻ. അങ്ങനെ നീ മരിക്കണ്ട. നാളെ പൊതുസഭയിൽ നടന്നതൊക്കെ വിളിച്ചു പറയണോ എനിക്ക്? ഒരു കൊലപാതക ശ്രമത്തിന്റെ കഥ. അതറിയുന്ന പള്ളിക്കലുകാര് അവരുടെ സൗകര്യം പോലെ നിന്റെ വിധി തീരുമാനിച്ചോളൂ. അരുത്, അതിലും നല്ലത് എന്റെ മരണമാണ്. ആരെ ഈ സംഭവം പുറത്തുവിട്ട നേരം വെളുപ്പിക്കില്ല. ഞാൻ കൊല്ലാൻ കൊണ്ടുവന്ന കത്തി ഞാൻ എന്റെ നേരെ തന്നെ പ്രയോഗിക്കും. ശരി, എന്നാ ഞാൻ നിന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്നില്ല. ആരോടും ഒന്നും പറയുന്നില്ലാന്ന്. പകരം നീ എനിക്ക് എന്തു തരും? ഞാനെന്താ? വസ്തു വിറ്റ അഡ്വാൻസ് 1,00,000 രൂപ. അതിപ്പോഴും കയ്യിൽ ഭദ്രമല്ലേ? അതെ. 1,00,000 രൂപ തന്നപ്പോ അത് വാങ്ങാതിരുന്നതേ പണത്തോടുള്ള കൊതിയില്ലാഞ്ഞിട്ടല്ല, അതിലേറെ കൊതി അപ്പൂവിനോടുള്ളതുകൊണ്ടാ. എന്നാ ഞാനിപ്പോ അത് ആവശ്യപ്പെടുക. 1,00,000 രൂപയല്ല, വസ്തു വിറ്റ് കിട്ടുന്ന തുക മുഴുവൻ.